നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് സേഫു. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് കേരളത്തിൽ ഇതുവരെ 67.93% പേർ വോട്ട് ചെയ്തു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് എടുത്ത കണക്കാണ്. നമ്മളാരും കണക്ക് കൂട്ടിയെടുത്ത കണക്കല്ല. പക്ഷേ ഈ കണക്കിൽ ചില അവ്യക്തതകളുണ്ടോ എന്ന സംശയം ഉടലെടുത്തിരിക്കുകയാണ്. സെയ്ഫ് സൈലാബിദ്ദീനാണ് അതിൽ വിശദീകരണം നൽകേണ്ടത്. സെയ്ഫ്, എന്താണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയം നിലനിൽക്കുന്നുണ്ടോ? നൗഫൽ, അത് കൃത്യം 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ വന്ന കണക്കാണ്. 67.38% പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളത് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സൈറ്റ് ഡൗൺ ആയിട്ടുണ്ട്. സൈറ്റ് ഡൗൺ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കോർഡും നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ കഴിയുന്നില്ല. 2 മണിക്കൂർ ഇടപെട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പെർസെന്റേജ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. 9 മണിക്ക്, 11 മണിക്ക്, 1 മണിക്ക്, 3 മണിക്ക്. ഇപ്പോ ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ 9 മണിയുടെ, 1 മണിയുടെ, 11 മണിയുടെ ഒക്കെ ഉണ്ടായിരുന്നു, 3 മണി വരെയുള്ള ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. വീണ്ടും നമ്മളത് റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ എറർ എന്നും കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു എന്താണ് കാര്യം എന്നറിയാൻ. സൈറ്റ് ഡൗൺ ആണോ എന്ന് തിരക്കിയിരുന്നു. പക്ഷേ അവർ പറയുന്നത് സൈറ്റ് ഡൗൺ അല്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു വ്യക്തത അതിനകത്ത് വരേണ്ടിയിരിക്കുന്നു. അത് തെറ്റുപറ്റിയതല്ല, ഇനി വേറെ ഏതെങ്കിലും സാങ്കേതിക തകരാറാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. എന്തായാലും ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വന്ന കണക്ക് പ്രകാരമാണ് നമ്മൾ 67.38% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് പ്രേക്ഷകരെ അറിയിച്ചത്. അത് ഇപ്പോൾ അങ്ങനെ ഒന്നും ഇതിനകത്ത് കാണാനില്ല. ഒരു 9 മണിക്കുള്ളതും കാണാനില്ല, 11 മണിക്കുള്ളതും കാണാനില്ല, 1 മണിക്കുള്ളതും കാണാനില്ല, 3 മണിക്കുള്ളതും കാണാനില്ല. ഒരുപക്ഷെ വേറെ എന്തെങ്കിലും സാങ്കേതിക തടസ്സമായിരിക്കും. അല്പസമയത്തിന് തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യും. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ഇതിന്റെ കണക്കറിയാൻ വേണ്ടി 2 തരത്തിലുള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. ഒന്ന് ആപ്പുണ്ട്. ആപ്പ് കുറച്ച് ഡൗൺ ആണ്. ആപ്പ് ഒരു സൈറ്റിൽ വന്ന ഏതാണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ആപ്പിൽ അത് അപ്ഡേറ്റ് ആവുകയുള്ളൂ. ഇപ്പോഴും ആപ്പിൽ കിടക്കുന്നത് 1 മണിക്കുള്ള പെർസെന്റേജ് മാത്രമാണ് ഇപ്പോഴും ആപ്പിൽ കിടക്കുന്നത്. 3 മണിക്കുള്ളത് അപ്ഡേറ്റ് ആയിട്ടില്ല. ആ സൈറ്റിൽ നോക്കുമ്പോൾ സൈറ്റിൽ 3 മണിക്കുള്ളത് കൃത്യം 3 മണിക്ക് തന്നെ അപ്ഡേറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. നൗഫൽ, സൈറ്റ് റൈറ്റ് നൗ എററാണ്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. കൃത്യം 3 മണിക്ക് ഈ 67.93% ഒരു കണക്ക് പുറത്തുവിടുന്നു. പിന്നീട് ആർക്കും ആ സൈറ്റിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഒരു പക്ഷെ അടുത്ത അപ്ഡേറ്റ് എപ്പോൾ വരും എന്നുള്ളതാണ്. ഇതും അസാധാരണമായ സംഭവമാണ്. ഈ പോളിംഗ് ശതമാനവും അസാധാരണമായ സംഭവമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഈ പെർസെന്റേജ് പറയുന്ന സൈറ്റ് ഇങ്ങനെ ഹാങ് ആയി പോകുക എന്നുള്ളത് വളരെ അസാധാരണമായ സംഭവമാണ്. എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. നേരത്തെ രത്തൻ യു കേൽക്കർ 90% പോളിംഗ് എത്തുമെന്ന് പറഞ്ഞു. അത് പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു. പെട്ടെന്ന് 67.93% പോളിംഗ് ശതമാനം എത്തുന്നു. സ്വാഭാവികമായും രത്തൻ യു കേൽക്കർ പറഞ്ഞത് ശരിയാകാൻ ഇടയുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ സൈറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനുമില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഇനിയും കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. സേഫ് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് അതാണ്. അതായത് സ്ക്രീനിൽ കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ട്രെൻഡ് വോട്ടർ ടേൺ ഔട്ട് എന്ന് പറയുന്ന സൈറ്റാണ്. അതിൽ അസംബ്ലി ഇലക്ഷൻ, കേരള ജനറൽ ഫേസ് 1 ഒരു ഫേസേ നമുക്കുള്ളൂ. അതിൽ 3 മണിക്ക് 67.93 എന്ന് രേഖപ്പെടുത്തിയത് കൃത്യമായി കാണാം. അതായത് ഇത് ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന വിവരമാണ്. ഈ വിവരമാണ് നമ്മൾ സ്ക്രീനിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സൈറ്റ് എടുത്താൽ നമുക്ക് അതിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പെർസെന്റേജോ ഒന്നും, പഴയ പെർസെന്റേജും അതിൽ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്.